അപ്പോൾ എല്ലാവരും ബാലൻസ് ഷീറ്റ് ലേണിംഗ് ആപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് വെൽക്കം ചെയ്യുകയാണ്. നമ്മളിന്ന് നോക്കുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS ആർ സ്റ്റാൻഡേർഡ് ഇഷ്യൂഡ് ബൈ IFRS ഫൗണ്ടേഷൻ ആൻഡ് ദി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ് എന്ത് ചെയ്തിട്ടുള്ളത്, IFRS ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ IFRS സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെല്ലാം ഒരു കോമൺ പാത്ത് നൽകുക എന്നതാണ് ഏതിൻ്റെ ഈ പറയുന്ന IFRS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരേ മെത്തേഡിലാണ്, ഒരേ രീതിയിലാണ്. അതായത് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് എന്ത് വേണം, ഒരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് വേണം. ഈ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് എന്ത് വേണം, ഒരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് വേണം. നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റണം. പിന്നെ എന്താണ്, അത് ഇൻ്റർനാഷണൽ ബൗണ്ടറീസിന് അപ്പുറം. ഇപ്പം നമുക്ക് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തു നിന്നുള്ള ഷെയർ ഹോൾഡേഴ്സ് മാത്രം ആവണമെന്നില്ല, പുറത്തു നിന്നുള്ള ഷെയർ ഹോൾഡേഴ്സ് വരും. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു കോമൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ എന്താണ്, നമുക്ക് പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് IFRS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആരാണ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, എന്ത് ചെയ്യുക, ഒരു കോമൺ ലാംഗ്വേജ് എന്തിന് കൊണ്ടുവരിക, അക്കൗണ്ടിങ്ങിന് കൊണ്ടുവരിക. അക്കൗണ്ടിങ് എല്ലാം കോമൺ ആയിരിക്കണം. നമുക്കിഷ്ടമുള്ള സ്ട്രക്ചറിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അടുത്ത് എന്താണ് പറയുന്നത്, IFRS ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പനീസ് ദാറ്റ് ഹാവ് എ ഡീലിംഗ് ഇൻ സെവറൽ കൺട്രീസ്. IFRS ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതാണ്, കമ്പനികൾ പല രാജ്യങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന കമ്പനികൾക്ക്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ MNCകൾക്ക്, മൾട്ടിനാഷണൽ കമ്പനികൾക്ക് IFRS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മനസ്സിലാവണം. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോക്കി പല കമ്പാരിസണൊക്കെ നടത്തി നമ്മുടെ കറണ്ട് റേഷ്യോയും ക്യാപിറ്റൽ റേഷ്യോയും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ അവർ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, ദ റൂൾസ് ഷുഡ് ബി ഫോളോഡ് ബൈ അക്കൗണ്ടൻസ് ടു മെയിൻറ്റെയിൻ ബുക്ക് ഓഫ് അക്കൗണ്ട് വിച്ച് ഈസ് കമ്പയറബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് റിലയബിൾ ആൻഡ് റെലവൻറ്റ് ആസ് പെർ ദെയർ യൂസ് ഓഫ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് ബുക്സുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അക്കൗണ്ടിങ് ബുക്സുകൾ എങ്ങനെയുള്ളതായി തീരണം, IFRS പറയുന്നത് ഒരു അക്കൗണ്ടിങ് ബുക്ക് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ പറ്റണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. പിന്നെ അടുത്ത് എന്താ ഇവിടെ പറയുന്നത്, റിലയബിൾ ആയിരിക്കണം, വിശ്വാസയോഗ്യതമായിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ, എങ്ങനെ ഒരു ബിസിനസ്സിനകത്തുള്ള യൂസേഴ്സിനും ബിസിനസ്സിന് പുറത്തുള്ള യൂസേഴ്സിനും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അക്കൗണ്ടിങ് ബുക്സ് കീപ്പ് ചെയ്യേണ്ടത് എന്നാണ് എന്ത് ചെയ്യുന്നത്, IFRS പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുക. ഇങ്ങോട്ട് നോക്കിയോ, IFRSന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. നോക്കി ഇവിടെ പറയുന്ന നോക്കിയേ, ഫെയർ പ്രസൻറ്റേഷൻ റിക്വയർ. ഇവിടെ ഒന്നാമത്തത് ഫെയർ പ്രസൻറ്റേഷൻ ആൻഡ് കംപ്ലൈൻറ്റ്സ് വിത്ത് IFRS. ഫെയർ പ്രസൻറ്റേഷൻ റിക്വയർ ദ ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ചുകൂടി റിലയബിൾ ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ വേണം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, faithful representation of the effect of the transactions, other event and conditions in accordance with the definition and recognition of criteria for asset, liabilities, income and expense set out the framework of IFRS. അതായത് IFRSൻ്റെ ഫ്രെയിംവർക്ക് എന്താണോ, IFRSൻ്റെ റൂൾസ് എന്താണോ അതനുസരിച്ചാണ് നമ്മൾ അസറ്റും ലയബിലിറ്റീസും ഇൻകവും എക്സ്പെൻസും എല്ലാം റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫെയർ പ്രസൻറ്റേഷൻ നമുക്കെന്താണ് അവിടെ ആവശ്യമാണ്. രണ്ട്, ഗോയിങ് കൺസേൺ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രസൻറ്റ് ഓൺ എ ഗോയിങ് കൺസേൺ ബേസിസ് അൺലെസ് മാനേജ്മെൻറ്റ് either intend to liquidate the entity or to cease trading or
ഹാസ് നോ റിയലിസ്റ്റിക് ആൾട്ടർനേറ്റീവ് ബട്ട് ടു ഡു സോ. അതായത് ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ബിസിനസ്സിന് ഇൻഡിഫൈനറ്റ് ലൈഫാണ്. പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എപ്പോഴും നോക്കി കാണേണ്ടത് ലോങ് ടേം അസറ്റുകളെയാണ്, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ്. അപ്പോൾ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ച് നമ്മളൊരു ലോൺ നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യുന്നത് എന്താണ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന് എതിരാണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് ഇൻഡിഫൈനറ്റ് ലൈഫ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലും നമ്മളൊരു അസറ്റ് റെപ്രസെൻറ്റ് ചെയ്താലും തീർച്ചയായിട്ടും ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എൻറ്റിറ്റി ഷാൾ റെക്കഗ്നൈസ് ഐറ്റം അസറ്റ് ലൈബിലിറ്റീസ് അല്ലേ. പിന്നെ എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻസ് വെൻ ദേ സാറ്റിസ്ഫൈ ദ ഡെഫിനിഷൻ ആൻഡ് റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ ഫോർ ദോസ് എലമെൻറ്റ് ഇൻ ദ ഫ്രെയിംവർക്ക് ഓഫ് IFRS. ഓക്കെ, ഇവിടെ അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു അസറ്റ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാവൂ. ഇൻകം കിട്ടിയതിന് ശേഷം, ഇൻകം കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ റിയലൈസ് ചെയ്ത് വയ്ക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ എഴുതി വയ്ക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എക്സ്പെൻസ് നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, അവിടെ കാണിക്കാവൂ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ആ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതൊക്കെ IFRSൻ്റെ ഫീച്ചേഴ്സാണ്. പിന്നെ എന്താ പറയുന്നത്, മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രിഗേഷൻ. എന്താണ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ, എവരി മെറ്റീരിയൽ ക്ലാസ്, ഇവിടെ പറയുന്നുണ്ട്, എവരി മെറ്റീരിയൽ ക്ലാസ് ഓഫ് സിമിലർ ഐറ്റംസ് ഹാസ് ടു ബി പ്രസൻറ്റഡ് സെപ്പറേറ്റ്ലി. ഐറ്റംസ് ദാറ്റ് ആർ ഓഫ് എ ഡിസിമിലർ നേച്ചർ ഓഫ് ഫങ്ഷൻ ഷാൽ ബി പ്രസൻറ്റഡ് സെപ്പറേറ്റ്ലി അൺലെസ് ദേ ആർ ഇമ്മെറ്റീരിയൽ. ഇവിടെ മെറ്റീരിയൽ ക്ലാസ് ഓഫ് സിമിലർ ഐറ്റം ഹാസ് ടു ബി പ്രസൻറ്റഡ് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ട്രാൻസാക്ഷൻസ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരേ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അതിനെ സാധൂകരിക്കുന്ന ഫാക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, ഒരേ രീതിയിലുള്ള അല്ലാത്ത നേച്ചറുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പം മെറ്റീരിയൽ ഫാക്റ്റ് നമുക്ക് എന്താണ്, ഇതിൽ റെലവൻ്റ് ആണ്. സിമിലർ ക്യാരക്ടറുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്, IFRS പറയുന്നത്. പിന്നെ അടുത്തെന്താ പറയുന്നത്, ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ്. എന്താണ് ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ്? ദ IFRS റിക്വയർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ആനുവലി ടു കംപ്ലീറ്റ് ദ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രസൻറ്റഡ്. ഓക്കെ, IFR എന്ന് പറഞ്ഞാൽ എന്താണ്, IFRS എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു തവണ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതല്ല. നമ്മൾ എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ആനുവലി എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ കമ്പനിയുടെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ആനുവലി പ്രസൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഒരു നിശ്ചിത ഫ്രീക്വൻസി പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് കാണിച്ചിരിക്കണം. പിന്നെ എന്താണ്, ഹൗ അവർ ലിസ്റ്റഡ് കമ്പനീസ് ജനറലി ആൾസോ പബ്ലിഷ് ഇൻ്ററിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. പിന്നെ ഇൻഫർമേഷൻസ് എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കണം. ഈ IFRS നട്ടല്ലെന്ന് പറഞ്ഞാൽ അതാണ്. IFRS require the entities to present a comparative information in respect of the proceeding period of all amount of reported in the current period financial statement. അതായത് കറണ്ട് പീരീഡും ബേസ് പീരീഡും തമ്മിലുള്ള കമ്പാരിസണൊക്കെ നമുക്ക് പറ്റണം. അസറ്റ് എത്രത്തോളം മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ, തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ആദ്യം നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും അസറ്റിൽ എത്ര മാറ്റം ഇവിടെ ഉണ്ടായി, അസറ്റ് കൂടിയെങ്കിൽ കമ്പനി നല്ല വെൽത്തിലാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൺഫേം ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മനസ്സിലാക്കുന്നത്. ഇനി നോക്കിയോ, എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ്? ഒന്ന്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അല്ലേ, നമുക്ക് IFRS പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ ആവശ്യമാണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോംപ്രഹെൻസീവ് ഇൻകം നമ്മൾ കാണിച്ചിരിക്കണം. പിന്നെ എന്താണ്, ഇക്വിറ്റിയിലുണ്ടാകുന്ന ചേഞ്ച്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ്, ഇവിടെ IFRSന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഒന്നാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് ഏതെങ്കിലും വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് IFRSൽ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ പറയുന്നത് നോക്കിയേ, ദ എലമെൻറ്റ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി മെഷർമെൻറ്റ്
ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒന്നാമത്തത് ഫിനാൻഷ്യൽ പൊസിഷനാണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇവിടെ പറയുന്നത് നോക്കിയേ, ഒന്ന് അസറ്റ്. അസറ്റ് ഇവിടെ എങ്ങനെ കാണിക്കണമെന്നാണ് പറയുന്നത്? അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ് ആൻഡ് ഫ്രം വിച്ച് ദ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻറ്റിറ്റി. അതായത് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിസോഴ്സാണ്, കൺട്രോൾഡ് ബൈ ദി എൻറ്റിറ്റി, അല്ലേ? ബിസിനസ്സിനെ നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? അസറ്റുകൾ എന്ന് പറയുന്നത്. ഇത് പാസ്റ്റ് ഈവൻറ്റിൽ നിന്നും ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റിലോട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? അസറ്റിൻ്റെ ഫ്ലോ ഓർഗനൈസേഷനിലുണ്ടോ? അസറ്റ് കൂടുകയാണോ എന്നൊക്കെ നോക്കണം. അസറ്റ് കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെൽത്ത് കൂടി എന്നതാണ്, അല്ലേ? അസറ്റ് കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെൽത്ത് കൂടി എന്നതാണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ലയബിലിറ്റി. എ ലയബിലിറ്റി ഈസ് പ്രസൻറ്റഡ് ഒബ്ലിഗേഷൻ ഓഫ് ദി ഫ്യൂച്ചർ എറൈസിങ് ദ പാസ്റ്റ് ഈവൻറ്റ്, the settlement of the which expected to result an outflow from the entity of resource embodying economic benefit. ദാറ്റ് മീൻസ് അസറ്റ്. ഇവിടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഒബ്ലിഗേഷൻസ് ആണ്, അല്ലേ? നമുക്കത് എന്ത് ചെയ്യണം? നമുക്കത് എപ്പോൾ സെറ്റിൽ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരിക്കലും അസറ്റിനെക്കാളും എന്ത് കൂടാൻ പാടില്ല? ലയബിലിറ്റി കൂടാനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കാരണം ലയബിലിറ്റി കൂടിയാൽ റിസോഴ്സസിൻ്റെ ഇൻഫ്ലോയെക്കാളും ഔട്ട്ഫ്ലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. പിന്നെ അടുത്ത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോമിനൽ ഇക്വിറ്റി ഇസ് ദ നോമിനൽ റെസിഡുവൽ ഇൻട്രസ്റ്റ് in the nominal asset of the entity after deducting all its liabilities in nominal value. നമ്മൾ IFRS പ്രിപ്പയർ ചെയ്യുമ്പോൾ നോമിനൽ ഇക്വിറ്റി നമ്മളവിടെ കാണിച്ചിരിക്കുകയാണ്. നോമിനൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നോമിനൽ അസറ്റ് തന്നെയാണ്. എത്ര നോമിനൽ അസറ്റ് ഉണ്ടോ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നോമിനൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. നോമിനൽ ഇക്വിറ്റി എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് എല്ലാ ലയബിലിറ്റിയും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ്, പിന്നെ എന്താണ്? ലയബിലിറ്റി, പിന്നെ ഇക്വിറ്റി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? കാണിച്ചിരിക്കണം. പിന്നെ രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ? ഇവിടെ പറഞ്ഞു നോക്കിയേ, എ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ entity presented in the statement of comprehensive income which consists of the income statement, profit and loss, and the statement other comprehensive income presented in two separate statement. അതായത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? the financial performance of the entity present in statement of comprehensive income. comprehensive income എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ടോട്ടൽ ട്രാൻസാക്ഷന് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെൻസും ഇൻകം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതാണ് ഏത്? കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇൻകം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്കണോമിക് ബെനിഫിറ്റാണ്, ഒരു ബിസിനസ്സിന് കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റാണ്. എപ്പോൾ? ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ കിട്ടുന്ന ക്യാഷിൻ്റെ ഇൻഫ്ലോ, അല്ലേ? ക്യാഷിൻ്റെ ഇൻഫ്ലോ. പിന്നെ എന്താണ്? അസറ്റ് കൂടുക, ലയബിലിറ്റി കുറയുക, ഇതെല്ലാം റവന്യൂസ് ആണെന്നേ. അപ്പോൾ ഈ പറയുന്ന റവന്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ എക്സ്പെൻസ്. എന്താണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ലയബിലിറ്റി കൂടുന്നത് എക്സ്പെൻസാണ്. അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ, അസറ്റ് കുറയുന്നത്, പിന്നെ എന്താണ്? അസറ്റിൻ്റെ ഔട്ട്ഫ്ലോ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെൻസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കോംപ്രഹെൻസീവ് ഇൻകത്തിൽ കാണിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. The statement of changes in equity consists of reconciliation of the changes in equity which the following information is provided. അതായത് നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി എപ്പോഴും റീകൺസൈൽ ചെയ്ത് തന്നെ പോകണം. എന്തുമായിട്ട്? ഇവിടെ പറയുന്നുണ്ട് എന്താണ്? നമ്മൾ ഇൻകം എടുക്കും, അല്ലേ? ഇൻകം എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നു. നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഇക്വിറ്റിയുടെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്, അതായത് ക്യാപിറ്റലിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് എമൗണ്ട് ആയിട്ട് എന്ത് ചെയ്യണം? അവിടെ കാണിക്കണം, ഇല്ലേ? അത് ഓണേഴ്സിൻ്റെ ഇൻകം എത്രയാണ്, നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് വരുന്ന പോർഷൻസ് എത്രയാണ് എന്നൊക്കെ എന്ത് ചെയ്യണം? നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഫോർ ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ഇക്വിറ്റി റീകൺസിലേഷൻ ബിറ്റ്വീൻ ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദി ബിഗിനിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസിങ് ദ ചേഞ്ച് ഇൻ റിസൾട്ടിങ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കമ്പോണൻറ്റിലെ ഇക്വിറ്റിയും, അല്ലേ, അതാത് കമ്പോണൻറ്റിലെ ഇൻകവും എക്സ്പെൻസും വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീകൺസിൽ ചെയ്യേണ്ടത്, അല്ലേ? നമ്മുടെ ഇക്വിറ്റിയിൽ ചേഞ്ച് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രോഫിറ്റിൽ ലോസിൽ എന്ത് ചെയ്യണം?
ചേഞ്ച് വരും. അതായത് പ്രോഫിറ്റും ലോസും അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇക്വിറ്റിയിൽ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് വരുന്നത്. പിന്നെ അടുത്തെന്താ പറയുന്നത്, ട്രാൻസാക്ഷൻ ദ ഓണർ ഇൻ ദെയർ കപ്പാസിറ്റി ആസ് ഓണേഴ്സ് ഷോയിങ് സെപ്പറേറ്റ്ലി കോൺട്രിബ്യൂഷൻ ആൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ടു ഓണേഴ്സ് ആൻഡ് ദി ചേഞ്ചസ് ഇൻ ഓണർഷിപ്പ്, ഇൻട്രസ്റ്റ്, പിന്നെ എന്താണ് സബ്സിഡിയറി ദാറ്റ് ഡു നോട്ട് റിസൾട്ട് ഇൻ എ ലോസ് ഓഫ് കൺട്രോൾ. അപ്പോൾ ഇവിടെ പറയുന്നത് ഓണറിൻ്റെ ട്രാൻസാക്ഷൻസ് അല്ലേ, ഓണറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓണറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഓണറിന് എത്ര പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു, ഓണർ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിറ്റിയിൽ കാണിക്കണം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു നമുക്കറിയാം ഓണേഴ്സ്, ക്യാപിറ്റൽ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ അടുത്ത ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. നമുക്ക് ആദ്യം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ഇൻവെസ്റ്റിംഗ്, പിന്നെ എന്താണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ, പിന്നെ അതുപോലെ തന്നെ ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ. നോക്കിയാൽ എന്താണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമുക്കറിയാമല്ലേ, അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലേ, പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതെല്ലാം കൂടി ചേർന്നാണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. നമ്മളെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. The principal revenue producing activities of the entity are generally calculated by the applying indirect method where the profit and losses adjusted effect of the transaction of non-cash nature, any deferrals or accrual past or future cash receipt or payment. നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാഷ് ഫ്ലോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചറിലെ എമൗണ്ടുകൾ നമ്മൾ നോക്കും, പ്രസൻറ്റിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടുകൾ നോക്കും. ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ മെയിനായിട്ട് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫിക്സഡ് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ലോങ് ടേം അസറ്റ് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പോസൽ ചെയ്തിട്ടുള്ളത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കാണിച്ചിരിക്കണം. ഓക്കെ. പിന്നെ അടുത്ത് ഫിനാൻസിങ് അറിയാമല്ലോ, എന്താണ് ഫിനാൻസിങ്, ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ദി സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദി കോൺട്രിബ്യൂട്ടഡ് ഇക്വിറ്റി ആൻഡ് ബോറോയിങ്സ് ഓഫ് ദി എൻറ്റിറ്റി. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എത്ര പുറത്തു നിന്നെടുത്തു അല്ലെങ്കിൽ എത്ര ഓണേഴ്സ് ക്യാപിറ്റൽ ഉണ്ട് എന്നൊക്കെ നോക്കുന്നതാണ് ഏത്, ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഫ്ലോയിനെ എന്ത് ചെയ്യണം, വിലയിരുത്തണം. ഇവിടെ നോക്കിയോ, ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് IFRS. IFRSൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന് നോക്കിയേ, ഒരു യൂണിഫൈഡ്, നോക്കിയേ എല്ലാവർക്കും നമ്മുടെ അക്കൗണ്ടിങ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ക്ലിയർ കട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, അക്കൗണ്ടിങ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തെന്താ പറയുന്നത്, ടു സിംഗിൾ അല്ലേ, ഇവിടെ എന്താ പറയുന്നത്, ടു ബിൽഡ് എ സിംഗിൾ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് അല്ലേ. നോക്കിയേ, ടോട്ടലി മൊത്തത്തിൽ ഒരു അക്കൗണ്ടിങ് റിപ്പോർട്ടിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് നമുക്ക് അവിടെ കാണിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മോർ അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക് വിത്ത് ദ ഗ്ലോബൽ അക്സെപ്റ്റൻസ്. നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം പുറത്തുള്ള കമ്പനീസുകൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, ഒരു യൂണിഫൈഡ് അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക് വേണം. അതിന് നമ്മളെ IFRS സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ, നമ്മുടെ ഇഷ്ടത്തിനുള്ള അക്കൗണ്ടിങ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവർ അക്സെപ്റ്റ് ചെയ്യില്ല. തീർച്ചയായിട്ടും നല്ല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ എന്താണ്, ആക്സസ് ടു ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്, നമുക്ക് ഇൻ്റർനാഷണൽ ക്യാപിറ്റലിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഓഫ് ഗ്ലോബൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ, ഒരു കോൺഫിഡൻസ് കിട്ടിയാൽ മാത്രമല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു പർട്ടിക്കുലർ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഗ്ലോബൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു കോൺഫിഡൻറ്റ് എപ്പോഴാണ് കിട്ടുന്നത്, നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിലെ അസറ്റ് ലയബിലിറ്റിയൊക്കെ എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ അക്വിസിഷൻ ആൻഡ് മെർജേഴ്സ് അല്ലേ. ആ ഇൻ്റർനാഷണൽ നമ്മുടെ കമ്പനിയെ മറ്റൊരു കമ്പനി ഏറ്റെടുക്കുന്നു അല്ലേ, നമ്മൾ കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് ലയിക്കുന്നു. ഇതൊക്കെ എപ്പോഴാണ്, നമ്മുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അവർ സാറ്റിസ്ഫൈ ആയാൽ മാത്രമാണ്. അവർ സാറ്റിസ്ഫൈ ആകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂണിഫൈ മോഡലിൽ പ്രിപ്പയർ ചെയ്തിരിക്കണം. ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട്, ഞാനിവിടെ IFRSൻ്റെ ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോംപ്ലക്സിറ്റിയാണ്. ഓക്കെ, നമുക്ക് ഒരു സെറ്റ് ഓഫ് കൺട്രോൾ വെച്ചൊക്കെ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ കോസ്റ്റ് അറിയാമെന്നുള്ളവർ തന്നെ പ്രിപ്പയർ ചെയ്യണം.
അപ്പോൾ അതിന് കുറച്ച് ചിലവൊക്കെ ആവും. നമ്മൾ ഒരു CA കാരൻ്റെ അപ്രൂവലൊക്കെ നമുക്ക് ആവശ്യമാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തത് അപ്രൂവലൊക്കെ എന്താണ് ആവശ്യമാണ്. ടൈം കൺസ്യൂമിങ് ഫാക്ടറാണ്. പിന്നെ എന്താണ് ഇൻക്രീസ്ഡ് സബ്ജക്റ്റിവിറ്റി. നമ്മൾ ഒരുപാട് ബുക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടി വരും എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, അപ്പോൾ ഇത്രയൊക്കെയാണ് ലിമിറ്റേഷൻസ്. ഇതൊന്ന് ക്ലിയർ ആയിട്ട് വായിക്കുക. IFRസുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് അതൊക്കെ നമുക്ക് പല ക്വസ്റ്റ്യനിൽ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ പൊസിഷൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ക്യാഷ് ഫ്ലോയുടെ പൊസിഷൻസൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് വയ്ക്കുക.